കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ധന പര്യവേഷണത്തിന് തീരം കേന്ദ്രീകരിച്ചുള്ള സേവനങ്ങൾ കൊച്ചി പോർട്ട് വഴിയാക്കാൻ നീക്കം ശക്തമാക്കിയിട്ടും അനങ്ങാതെ കൊല്ലം പോർട്ട് അധികൃതരും ജനപ്രതിനിധികളും 2 വർഷമായി സ്വപ്നം കാണുന്ന തീരസേവനം നഷ്ടമായാൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാകും കൊല്ലം പോർട്ടിന് നഷ്ടമാവുക. തീരസേവനത്തിനുള്ള ടെൻഡറിൽ കൊല്ലം പോർട്ടാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ കൊല്ലം പോർട്ടിലെ ഡ്രാഫ്റ്റ് 7.2 മീറ്ററിൽ നിന്ന് 5.6 മീറ്ററായി വെട്ടിച്ചുരുക്കിയതോടെയാണ് ഓയിൽ ഇന്ത്യ തീരസേവനം കൊച്ചി വഴിയാക്കാൻ ആലോചന തുടങ്ങിയത്. സിമന്റും പൈപ്പുകളും തുടർച്ചയായി പര്യവേഷണ മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നതിനാൽ കൂടുതൽ ഭാരം വഹിക്കുന്ന കപ്പലുകളാകും തീരസേവനത്തിന്റെ ഭാഗമായി എത്തുക. ഡ്രാഫ്റ്റ് വെട്ടിക്കുറച്ചതിനാൽ ഇത്തരം കപ്പലുകൾ അടുപ്പിക്കാനാകില്ലെന്ന ആശങ്കയും ഓയിൽ ഇന്ത്യക്കുണ്ട്. പോർട്ടിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ ഡ്രഡ്ജിംഗ് അനിവാര്യമാണ്. നിലവിൽ വലിയ കപ്പലുകൾ അടുക്കില്ല. ഡ്രഡ്ജിംഗിന് ഹാർബർ എഞ്ചിനീയറിംഗ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് മാരിടൈം ബോർഡിന്റെ കൈവശം തുടങ്ങിയവയും വലിയ പ്രതിസന്ധിയാണ്. ജനപ്രതിനിധികളോ കേരള മാരിടൈം ബോർഡോ ഓയിൽ ഇന്ത്യയുമായി ചർച്ച നടത്തിയാൽ തീരസേവനം കൊച്ചിയിലേക്ക് കടത്താനുള്ള നീക്കത്തിന് തടയിടാം. തീരസേവനത്തിന് ടെൻഡറിൽ 10,000 ചതുരശ്ര മീറ്റർ യാർഡ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലം പോർട്ടിൽ 10 ചതുരശ്ര മീറ്ററിന് 30 രൂപയാണ് ഒരാഴ്ചത്തെ വാടക. ഇന്ധന പര്യവേഷണം 1 വർഷം വരെ നീളും. അങ്ങനെ വരുമ്പോൾ 1.44 കോടി രൂപ യാർഡിന് മാത്രം ലഭിക്കും. കൊല്ലം പോർട്ടിന് വാടകയായും ലഭിക്കും. അതേസമയം 2025-26 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ കൊല്ലം തീരത്ത് ഡ്രില്ലിംഗ് ആരംഭിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ അറിയിച്ചു. കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ് എന്നിവരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരള കൊങ്കൺ തടത്തിലെ 3519.69 ചതുരശ്ര കിലോമീറ്റർ വരുന്ന KKOSHP 2181 എന്ന ബ്ലോക്കാണ് പര്യവേഷണത്തിന് ഏറ്റെടുത്തിരിക്കുന്നത്. 1028 ചതുരശ്ര കിലോമീറ്ററിൽ സീസ്മിക് പഠനം നടത്തിയതിനു ശേഷമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കിണർ കുഴിക്കുന്നതിനുള്ള സ്ഥലം തിരിച്ചറിഞ്ഞത്. ഇതിനു പുറമെ കേരള കൊങ്കൺ തടത്തിൽ 6717.56 ചതുരശ്ര കിലോമീറ്റർ KKOSHP 2222 1 ബ്ലോക്കും 1112.71 ചതുരശ്ര കിലോമീറ്റർ KKDWHP 2022 1 ബ്ലോക്കും ONGCക്ക് പര്യവേഷണത്തിനായി നൽകിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പര്യവേഷണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന UK ആസ്ഥാനമായ ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ ഉപകരാർ കമ്പനിയായ ആര്യ ഓഫ്ഷോർ പ്രതിനിധികൾ കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. കൊല്ലം തീരത്ത് 48 കിലോമീറ്റർ അകലെ ആഴക്കടലിൽ 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് പര്യവേഷണം. കൂറ്റൻ റിഗായ ബ്ലോക്ക് ഫോർഡ് ഡോൾഫിനിൽ ഹെലിപാഡുമുണ്ട്. ഇതിനു പുറമെ ഓയിൽ ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് എത്താൻ ആശ്രാമ മൈതാനത്ത് ഹെലിപാഡ് സൗകര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. റിഗിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും 15 ദിവസം കൂടുമ്പോൾ മാറും. ഇവർക്ക് നഗരത്തിലെ ഹോട്ടലുകളിലായിരിക്കും താമസ സൗകര്യം. പര്യവേഷണത്തിനിടെ അപകടങ്ങളുണ്ടായാൽ പ്രവേശിപ്പിക്കാൻ ആശുപത്രി സൗകര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കൊല്ലം തീരത്ത് നിന്ന് 30 മുതൽ 40 കിലോമീറ്റർ അകലെയാകും പര്യവേഷണം നടക്കുകയെന്നാണ് റിപ്പോർട്ട്. ഓയിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച ടെൻഡർ പുറത്തിറക്കിയിട്ടുണ്ടെന്നും സൗകര്യങ്ങൾ പരിശോധിക്കാനായി ഒട്ടേറെ കമ്പനികൾ ബന്ധപ്പെടുന്നുണ്ടെന്നും കൊല്ലം പോർട്ട് ഓഫീസർ ഇൻചാർജ് ക്യാപ്റ്റൻ PK അരുൺകുമാർ അറിയിച്ചിരുന്നു. 2024 ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനി പ്രതിനിധികൾ തുറമുഖത്തെത്തിയിരുന്നു. ഈ വർഷം പകുതിയുടെ റിഗുകൾ കപ്പലുകളും എത്തിച്ച് ആഴക്കടലിൽ എണ്ണക്കിണർ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് കമ്പനി. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് UK ആസ്ഥാനമായ കമ്പനിയുമായി 1287 കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇവരിൽ നിന്ന് ഉപകരാർ എടുത്ത കമ്പനിയാണ് കൊല്ലത്ത് പ്രവർത്തനം നടത്തുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.